വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മത്തായി 5:14 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറിച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ പാദങ്ങളെ നയിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിന് നിരക്കുന്ന, ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, അപ്രകാരം ചെയ്യുക വഴി നമ്മുടെ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കും. അഥവാ നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും എല്ലാ ഗ്രാമങ്ങളുടെയും കാലമാണ്. ഇവിടെ നമുക്ക് പലപ്പോഴും ഒരു സൽപ്രവൃത്തി ചെയ്യുക, അത് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയൊക്കെ ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുക. കാരണം കർത്താവ് പറഞ്ഞിരിക്കുകയാണല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, അത് ഉയർന്ന പീഠത്തിന്മേലാണ് വയ്ക്കുക. നിങ്ങളുടെ സൽപ്രവൃത്തികൾ ലോകം മുഴുവൻ കാണും, അപ്രകാരം നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്തും എന്നൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്ത് സൽപ്രവൃത്തി ചെയ്താലും ഉടനെ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ 10 പേരോട് പറയുക, ഞാൻ ക്രിസ്തുവിനാൽ പ്രചോദിതനായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നന്മ മരങ്ങളുടെ കാലമാണിത്. ഇതേ ക്രിസ്തു തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നു, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കതകടച്ച മുറിക്കുള്ളിൽ സീക്രട്ടായിട്ട് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ. നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ നിന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കുക, ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വളരെ സൈലൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ ക്രിസ്തു നമ്മളെ തക്കതായ സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും. ചിലപ്പോൾ മരണാനന്തരവുമാകാം. ഇപ്പം മദർ തെരേസയുടെ ജീവിതം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആള് ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നിട്ട് മദർ തെരേസയ്ക്ക് വീർപ്പ് കൂട്ടുന്ന പോലെ തോന്നി. കാരണം കൂടുതൽ തീക്ഷ്ണമായ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ. അങ്ങനെ 5 രൂപ 10 രൂപയായിട്ട് പാവങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി. അത് തന്നെയാണ് സിസ്റ്ററിനെ നയിച്ചത്. ഇത് ഫോട്ടോ എടുത്ത് പ്രസിദ്ധപ്പെടുത്തലോ അങ്ങനെ ഇത് വളരെ സീക്രട്ടായിട്ട് പുള്ളിക്കാരത്തി ഈ പാവങ്ങളെ ശുശ്രൂഷിക്കുക, മരണാസന്നരായവരെ ശുശ്രൂഷിക്കുക, അതിൽ മാത്രം ശ്രദ്ധിച്ച് ആണ് മദർ തെരേസ മുന്നോട്ട് പോയത്. കഷ്ടപ്പാടുകൾ, പൈസയുടെ പ്രോബ്ലം. ഞാൻ മദർ തെരേസയുടെ ശവകുടീര അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പോയ സമയത്ത് നമുക്ക് തോന്നും
കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊക്കെ ഇടാമായിരുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ് സിമെന്റ് തറയൊക്കെ ആയിട്ട് ഒരു മുറി, അതിനകത്തായിരുന്നു മദർ തെരേസ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പൊ ചിലപ്പോൾ അത് പോഷൊക്കെ ആക്കിയിട്ടുണ്ടാവും. പക്ഷെ മദർ തെരേസ ജീവിച്ചിരുന്ന കാലത്ത് പാവങ്ങളിൽ പാവപ്പെട്ടവരെ, മരിച്ചവരെയും തെരുവിൽ വലിച്ചെറിയപ്പെട്ടവരെയും ഒക്കെ അവരോട് കൂടെയായിരുന്നു. ഇതൊന്നും പബ്ലിക്കായിട്ടൊന്നും അല്ല ചെയ്തത്. ക്രിസ്തുവിന് നിരക്കുന്ന കാര്യം, വെളിച്ചത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിന് പബ്ലിസിറ്റി കൊടുക്കണമെന്നല്ല അർത്ഥം. ആ ആള് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് 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 അവസാനം ഒരു ദിവസം കർത്താവ് നമ്മളെ മഹത്വപ്പെടുത്തും. ഒരു ദിവസം സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടുകയാണ്. ലോകം മുഴുവൻ മദറിനെ അറിയുകയാണ്. മദർ മരിച്ചു കഴിഞ്ഞിട്ട് ലോക നേതാക്കളെല്ലാവരും വന്നിട്ടാണ് ആ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ അനുയായിക്ക് ആകെ കൂടിയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വചനം വായിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, ദരിദ്രരെ സഹായിക്കുക, രോഗികളെ സന്ദർശിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഈ പാർപ്പിടമില്ലാത്തവരെ സഹായിക്കുക, അതുപോലെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ സഹായിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ഇതെല്ലാം കർത്താവിനെ പ്രതി, നമ്മുടെ മഹത്വത്തിനല്ല, കർത്താവിനെ പ്രതി ചെയ്തുകൊണ്ടേയിരിക്കുക. കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. തക്ക സമയം ജീവിച്ചിരിക്കുമ്പോഴാകാം, മരണശേഷവുമാകാം. അല്ലെങ്കിൽ ഈ ലോകമൊന്നും അറിയുകയില്ല. മരിച്ച് നമ്മൾ അന്ത്യവിധിക്കായി നമ്മൾ നിൽക്കുമ്പോൾ അപ്പോഴാകാം നമുക്ക് സ്വർഗത്തിലേക്കുള്ള എൻട്രി പാസ് കർത്താവ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ പ്രതിഫലത്തിനെക്കുറിച്ച് ആലോചിക്കാതെ നിസ്വാർത്ഥമായ പ്രവൃത്തി, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക, അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്രകാരം തക്ക സമയത്ത് നമ്മളെ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി കർത്താവ് ഉയർത്തും. ഈ തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ സ്വന്തം ഒരു ഇമേജ് സൃഷ്ടിക്കാനല്ല, കർത്താവിൻ്റെ പ്രവൃത്തി ദാഹത്തോടെ, തീഷ്ണതയോടെ ചെയ്യുക എന്നതാണ്. അതിലൊരു ലഹരി കണ്ടെത്തുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മൾ ജനിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ അറിയുന്നത് എന്ന്. അപ്പോഴാണ് നമ്മൾ ക്രിസ്തു അനുയായികളാകുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക, അതനുസരിച്ച് ജീവിക്കുക. അതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. ആമേൻ.